സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസറകൻ. അപ്പോൾ നമ്മുടെ ചാർട്ട് വിത്ത് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞു. നമ്മൾ പുതിയൊരു മാസത്തിൽ, പുതിയൊരു ദിവസത്തിൽ, പുതിയൊരാഴ്ചയിൽ ആദ്യത്തെ ട്രേഡിംഗ് ഡേ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കും കുറച്ച് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഇന്ന് അവരുടെ ലൈവ് സെഷൻ ആയിരുന്നു. അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, എങ്ങനെ ട്രേഡ് എടുക്കാം, കാര്യങ്ങൾ അതിനകത്ത് കുറേ ആൾക്കാരെടുത്ത് ട്രേഡ് എടുക്കരുതെന്ന് പറഞ്ഞാണ്. എന്നിട്ട് അവർ ഇന്നും ട്രേഡ് എടുത്തു. എല്ലാവർക്കും പ്രോഫിറ്റാണ്, പക്ഷേ ട്രേഡ് എടുക്കരുത് നമ്മൾ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ട്രേഡ് എടുത്തു. എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അവരൊക്കെ തന്നെ പറയട്ടെ. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവേ? ഇപ്പോൾ ഓരോ വീഡിയോസ് കഴിയുമ്പോഴും നമ്മളെങ്ങനെ ഓരോരുത്തർ വഴക്ക് പറഞ്ഞും വിമർശിച്ചും ദേഷ്യപ്പെട്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വയ്യ. എനിവേയ്സ്, എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് നോക്കാം. ഞാൻ കഴിഞ്ഞ മാസം തീർന്നപ്പോൾ, അതായത് നമ്മുടെ സെപ്റ്റംബർ മാസം തീർന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് നമുക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുകയാണ്. ഇനി എന്തായാലും ഫസ്റ്റ് ദിവസം കഴിയട്ടെ, അതായത് ഒക്ടോബർ തുടങ്ങട്ടെ. ഒക്ടോബർ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഒരു ദിവസം കഴിയട്ടെ. അപ്പോൾ ഒക്ടോബർ തുടങ്ങി, ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ മാർക്കറ്റ് തീർന്നതിന് ശേഷം ഇങ്ങനെ നോക്കിയിട്ട്, മാർക്കറ്റ് തീർന്നിട്ട് താണ്ട് 20 മിനിറ്റ് ആവുന്നേ ഉള്ളൂ, 3:54 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കിയപ്പം ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് നമ്മുടെ ആ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ കീറി മുറിച്ച് പോകുന്നതും ഈ മാസം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ പ്രാധാന്യം കൊടുത്ത് പോകാം. അപ്പോൾ ഇൻട്രാഡേ പ്രാധാന്യം കൊടുത്ത് പോകുന്നതിന് മുന്നേ ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ഒരാഴ്ചയ്ക്കാണ് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ തരാറ്. അതിൽ തന്നെ ആദ്യത്തെ ഒരു ദിവസം ചെറുതായിട്ട് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഐഡിയ കുറച്ചുകൂടെ നിങ്ങൾക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ വേറെ ഞാനിനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ട് കിടക്കാം. ലെറ്റ്സ് ജമ്പ് ടു ദ ചാർട്ട്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മളിപ്പോൾ എടുത്തു വെച്ചേക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സൂം ചെയ്തോട്ടെ, നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ ഒരു മാസം തുടങ്ങിയതാണല്ലോ. അപ്പോൾ നമുക്ക് ആ മാസം തുടങ്ങുന്ന സമയത്ത് ആ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ലോങ്ങർ വ്യൂ. ഒരു ലോങ്ങർ വ്യൂവിൽ നിന്ന് നമ്മുടെ ഒരു മന്ത്ലി വ്യൂവിലോട്ടും പിന്നെ അതിൽ നിന്നൊരു വീക്കിലി വ്യൂവിലോട്ടും, ഈ വീക്കിലി വ്യൂവറുള്ള കാര്യങ്ങൾ ഇതാണ്ട് ഹൃദയം ഈസയില്ലല്ലേ, ആ ഹൃദയത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഇൻട്രാഡേയിലെ പോയിൻറ്റ്സും കാര്യങ്ങളും ബാക്കിയുള്ള യുക്തിയും വോയിസും എല്ലാം ഇൻപുട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 ഒക്ടോബറിലാണ് ഓൾ ടൈം ഹൈ പോയി അടിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. ഈ ഒക്ടോബറിൽ നിന്ന് സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വിംഗ് ഹൈ, ലോവർ സ്വിംഗ് ലോ, ലോവർ സ്വിംഗ് ഹൈ, ലോവർ സ്വിംഗ് ലോ, ലോവർ സ്വിംഗ് ഹൈ, എന്നിട്ട് അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും അവിടം വരെ നമുക്കൊന്ന് പോയി. പക്ഷേ ഈ സ്വിംഗ് ഹൈയെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വീണ്ടും നിഫ്റ്റി അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇനി നിഫ്റ്റിയുടെ നമ്മൾ ചാർട്ടിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ക്രൂഷ്യൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ആണല്ലേ. എൻ്റെ കണ്ണിലായാലും നിങ്ങളെ കണ്ണിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവം ഇതാണ്. അതായത് 16,887 ഇപ്പോൾ നിൽക്കുന്നു, 16,444 ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങി മാന്യമായിട്ടൊരു താഴോട്ടൊരു മൂവ്മെൻറ്റ് വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നോർമലായിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഒന്ന് കയറി പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമായിട്ട് കാണുന്നത് ഇതാണ്. കാര്യം ഇവിടെ നിന്നൊക്കെ ആ ഒരു ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം ഇവിടുന്ന് വീണ്ടും അത് ടച്ച് ചെയ്താണ് കയറിയത്. സോ പൊതുവെ എൻ്റെ വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കാം. താണ്ട് ഇവിടെ ഒരു ഐ ബട്ടണിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. നമ്മൾ മാഗ്നെറ്റ് ട്രേഡ് എന്ന് പറയുന്ന ഒരു ട്രേഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാഴ്ച മുമ്പിട്ടൊരു വീഡിയോ ആണ്, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഒക്ടോബർ മാസം ആ ഒരു ട്രിക്ക് കുറച്ച് വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ള മാസമാണെന്നാണ് സ്റ്റഡി പറയുന്നത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു മാസം ആ ഒരു ഇതിലും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുത്തിരിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്, അതാണ് ഒരു ലോങ്ങർ വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി വരാൻ സാധ്യതയുള്ളൊരു പോയിന്റ്. ഒരു ലോവർ സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ നമ്മുടെ എല്ലാവരെയും പേടിപ്പിച്ചതുപോലെ ഭയങ്കര ഒരു റാലി നടന്നിട്ട് വീണ്ടും ഇന്ന് അതേ റാലി എല്ലാം താഴോട്ട് റെഡ് സൈനായിട്ട് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഇതാണ് നിഫ്റ്റിയുടെ ഒരു ലോങ്ങർ വ്യൂ. നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പിലോട്ടൊന്ന് പോയി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സെറ്റപ്പിലോട്ട് പോകുവാണെങ്കിൽ
ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ പോയി ടച്ച് ചെയ്തു. ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വരവാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് മാന്യമായിട്ടൊരു പോയിൻ്റാണെന്ന് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. അതായത് 36,000 റൗണ്ട് ചെയ്ത് നമുക്കിതൊരു 36,000 തന്നെ കൂട്ടാം. അതൊരു മാന്യമായിട്ടുള്ള പോയിൻ്റായിട്ട് ഇതാണ് ഒരു ലോങ്ങർ വ്യൂവിൽ നമ്മൾ വെച്ചിരിക്കുക. ഇനി നമുക്ക് വൺ സെക്കൻഡ് നമുക്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ഒരു മാസത്തെ ഒരു ഏരിയ ആണ് ഈ കാണുന്ന CPR. ഒരു മന്ത്ലി CPR ആണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ആ മന്ത്ലി CPR സെപ്റ്റംബർ മാസം നമ്മളിവിടെ കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്തു, കൃത്യമായിട്ട് വന്നു. പക്ഷേ ഈ മാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്തായാലും ഒരു ട്രെൻഡിങ് മാസമാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരു ട്രെൻഡിങ് മാസമാവാനുള്ള സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ദ വെരി ഫസ്റ്റ് ഡേ ആണ് ഞാൻ പറയുന്നത്. ഒക്ടോബർ 3 ഇന്നാണ് ആദ്യത്തെ ട്രേഡിംഗ് ഡേ ഈ മാസത്തെ. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ അനാലിസിസും കാര്യങ്ങളുമാണ്. എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ദയവ് ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിമർശിക്കരുത്. ഞാൻ ഒരു മാസത്തെ ആദ്യത്തെ ദിവസം തുടങ്ങിയപ്പോൾ ഉള്ള എൻ്റെ കാര്യങ്ങൾ ഉള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാനാണ്. ദയവ് ചെയ്ത് അതിനകത്ത് കുറ്റങ്ങൾ മാത്രമായിട്ട് കണ്ടുപിടിക്കരുത്. കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ മാസം ഒരു ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, പൊതുവേ ഒക്ടോബർ എന്ന് പറയുന്ന മാന്യമായിട്ടുള്ള ഒരു റൈഡ് തരാൻ കെൽപ്പുള്ളൊരു മാസമാണ്. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഒരു പമ്മിപ്പതുങ്ങിയാണ്. പക്ഷേ ഈ പമ്മിപ്പതുങ്ങിയിൽ പകരമായിട്ട് ഭീകരമായിട്ട് മുകളിലോട്ടും താഴോട്ടും നല്ലൊരു ഒരു സ്വിങ് എന്ന് പറഞ്ഞാൽ 18,120 നിന്ന് 16,770 ഒരു 1,400 പോയിൻറ്റിൻ്റെ ഒരു സ്വിങ് ഹൈയും ലോയും ആയിട്ട് നടന്നിട്ടുണ്ട് ആ മാസം. അപ്പോൾ അത് നല്ലൊരു സെറ്റപ്പ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ അത് വീണ്ടും എഗെയിൻ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് അല്ലേ അത്. സോ ഈ മാസം ഒരു ട്രെൻഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ തന്നെ എങ്ങോട്ടാണ് ആ ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ 3-ാം തീയതിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇതിൽ തന്നെ ട്രെൻഡിങ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ മാസത്തിൽ തന്നെ ഈ ആദ്യത്തെ ആഴ്ച എൻ്റെ ഒരു ഊഹം കറക്റ്റാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോയാലും വീണ്ടും ഒന്ന് മുകളിലോട്ട് വരും, എന്നിട്ടൊന്ന് താഴോട്ട് വരും. ഒരു റേഞ്ച് ബൗണ്ട് വീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഒരു റേഞ്ച് ബൗണ്ട് വീക്ക് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൺഫേം അല്ല, ഒന്നാമത്തെ ദിവസം ആയതേ ഉള്ളൂ. 2-3 ദിവസങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, OI ഒന്ന് സെറ്റപ്പ് ആവട്ടെ, ആൾക്കാർ ഓപ്ഷൻസ് എല്ലാസൊക്കെ ഒന്ന് ആക്ഷനിലോട്ട് വരട്ടെ. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഒരു കൺസോൾട്ടേഷൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഈ ഏകദേശം ഈ ഒരു ഏരിയയിൽ കിടന്നാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കളിച്ചത്. ആ ഏരിയയിൽ തന്നെയാണ് CPR വന്നേക്കുന്നത്. അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഓപ്പൺ ആയത്. അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂർ ക്ലോസ് ആയത്. വിച്ച് മീൻസ് ഇനിഷ്യൽ ബാലൻസിൽ തന്നെ ഈ വീക്കിന് ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതായത് ഓൾമോസ്റ്റ് കഴിഞ്ഞ മാസം എന്താണ് നടന്നത്, കഴിഞ്ഞ ആഴ്ച എന്താണ് നടന്നത്, അതേ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നാലും വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറുന്നു, എന്നിട്ട് ഇങ്ങനെ ഒന്ന് താഴോട്ട് വരുന്നു. ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിനാണ് ഈ ആഴ്ച ഞാൻ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ ഒരിക്കലും ട്രെയിൽ എടുക്കാനല്ല പറയുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ട് എൻ്റെ സ്റ്റഡി കൂടുതലും വർക്കൗട്ടാകുന്ന ഇൻട്രാഡേയിലാണ്. ഇൻട്രാഡേയിൽ എന്താണ് വ്യൂ എന്നുള്ളത് ലൈവ് മാർക്കറ്റ് ഞാൻ പറയും. ഇത് ഓവറോൾ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു മാസത്തെ വ്യൂ ആയാലും ഒരു ആഴ്ചയിലെ വ്യൂ ആയാലും. അതിൽ തന്നെ നിഫ്റ്റി ഇപ്പോൾ ഒന്ന് താഴെയാണ് നിൽക്കുന്നത്. സോ ഈ മാസം ആക്ച്വലി പറയുവാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ CPR താഴെയാണ് ഓപ്പൺ അയക്കുന്നത്. ഇന്നത്തെ ദിവസം നിഫ്റ്റി CPR താഴെ തന്നെയാണ് ക്ലോസും അയക്കുന്നത്. സോ ആക്ച്വലി മുകളിലോട്ട് പോയാലും തിരിച്ചിറങ്ങി വന്ന് ക്ലോസ് ആവേണ്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ഒക്ടോബർ മാസം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മാന്യമായിട്ടൊരു ട്രെൻഡ് അങ്ങ് ഡെവലപ്പ് ചെയ്ത് CPR ഒന്നും ഇത് ചെയ്യാതെ ഡെവലപ്പ് ചെയ്തങ്ങ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു 2-3 ദിവസം കൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എന്നാൽ പറ്റുന്ന അറിവിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി സെറ്റപ്പ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എൻ്റെ ഒരു ഊഹം കറക്റ്റാണെങ്കിൽ ഇപ്പോൾ ഒന്ന് താഴോട്ട് കുറച്ച് ദിവസം ഒന്ന് ഇറങ്ങിയാൽ പോലും, ഈ ആഴ്ച ആയാലും അല്ലെങ്കിൽ 2 ദിവസത്തിലൊന്ന് ഇറങ്ങിയാൽ പോലും ഉറപ്പായിട്ടും ബാങ്ക് നിഫ്റ്റി ഈ മാസം ഒന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഒന്ന് മുകളിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് പൊട്ടനും പറയാൻ പറ്റും. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലോട്ട് കയറും. ഞാൻ ഉദ്ദേശിച്ച ആ ഇറക്കമല്ല, താഴോട്ട് ഇറങ്ങിയതിന് ശേഷം മുകളിലോട്ട് നല്ല രീതിയിൽ, അതായത് 39,000 ഒക്കെ കഴിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ നല്ലൊരു റാലി, മേ ബി ഒരു ഓൾ ടൈം ഹൈ വരെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഈ മാസം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം.
അല്ല നമുക്ക് നോക്കാം. തീരെ അങ്ങ് നിഫ്റ്റി അങ്ങ് ഡൗണിലോട്ട് പോകുവാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ടിലോട്ട് നിൽക്കുവാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ചത്ത് കിടക്കത്തുള്ളൂ. പക്ഷേ നിഫ്റ്റി ആയാലും അങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഒക്ടോബർ മാസമുണ്ട്, നിഫ്റ്റിയും ഒരു റാലി തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ നിഫ്റ്റിയുടെ റാലി മുകളിലോട്ടും കൂടെ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കുള്ള മൂവ്മെൻറ്റ് അത്രത്തോളം ശക്തമായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് തികച്ചും CPR കോൺസെപ്റ്റിന് ഓപ്പോസിറ്റ് വെച്ചിട്ടാണ്. പക്ഷേ അതിൽ തന്നെ ഇതൊരു ഓവർലാപ്പിംഗ് ഹയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ് ഈ മാസത്തെ CPR ഓണായിട്ട് നിൽക്കുന്നത്. അതായത് CPRൻ്റെ സെൻട്രൽ പിവട്ട് എന്ന് പറയുന്ന കഴിഞ്ഞ മാസത്തിന് മുകളിലും CPRൻ്റെ ലോവർ പിവട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം സെൻട്രൽ പിവട്ടിൻ്റെ മുകളിലുമാണ്. എന്നാൽ ഫുള്ളി ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണോ CPR നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള ദിവസം മാർക്കറ്റ് ഒന്ന് താഴോട്ടിറങ്ങിയാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തിരിച്ചത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന ഒരു ലോങ്ങർ വ്യൂ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഈ ആഴ്ചത്തെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്ന രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റിലൊന്നും വേറെ സംഭവങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഈ ആഴ്ച നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒന്ന് റേഞ്ച് ബൗണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് അടുത്ത ആഴ്ച തൊട്ടായിരിക്കും ചിലപ്പോൾ പറക്കുന്നത്. ചിലപ്പോൾ ഈ ആഴ്ച തൊട്ട് പറന്ന് തുടങ്ങാം. പക്ഷേ എന്നാലും ഞാൻ ഈ ആഴ്ച ഒരു ഭീകര ഒരു സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ ഒന്ന് താഴോട്ട് പോകും, എന്നിട്ടൊന്ന് മുകളിലോട്ട് പോകും, എന്നിട്ടൊന്ന് താഴോട്ട് വരും. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഞാൻ ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഈ ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീക്കിൻ്റെ സെറ്റപ്പ് എടുത്ത് നോക്കുമ്പോഴാണ്. ഇൻട്രാഡേയിൽ അത് വേറൊരു രീതിയായിരിക്കും. ആ ഇൻട്രാഡേയിലെ കാര്യങ്ങൾ എഗെയിൻ ഞാൻ പറയുകയാണ്. അത് ടെലഗ്രാമിൽ ലൈവ് മാർക്കറ്റിൽ ഓരോ ദിവസവും നമ്മൾ വ്യൂ പറയുന്നുണ്ട്. ഇത് ഞാനൊരു ലോങ്ങർ വെർഷൻ അല്ലെങ്കിൽ ലോങ്ങർ വ്യൂ നമ്മുടെ ഉള്ളിലിരിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ തീരെ ഉറപ്പിക്കാറില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ നോക്കി. അപ്പോൾ എൻ്റെ വ്യൂവിനും കറക്റ്റായിട്ട് കുറച്ചെങ്കിലും ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ആലോചനയൊക്കെ വരുന്നോന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നിഫ്റ്റിയുടെ ഒരു മന്ത്ലി OI നോക്കി. പക്ഷേ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി പുട്ട് ഓപ്ഷൻ ചെറിയ രീതിയിൽ കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഒന്ന് താഴോട്ടിറങ്ങിയാൽ മുകളിലോട്ട് കയറാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒക്ടോബർ മാസമാണ് മാഗ്നറ്റ് ട്രേഡിങ്ങിന് കൂടുതലും സാധ്യതയുള്ള മാസമാണ്. നല്ല ട്രെൻഡിങ് സാധാരണ ഹിസ്റ്റോറിക്കലി കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസമാണ്. അപ്പോൾ അത് ഒരു താഴോട്ടാവാതെ മുകളിലോട്ടാവാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നിങ്ങൾക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ്സും കാര്യങ്ങളും എല്ലാം വീണ് നിന്ന സമയത്തും, ഗ്ലോബൽ മാർക്കറ്റ് ആയിക്കോട്ടെ, വൺ സെക്കൻഡ് എല്ലാം വീണ് നിന്ന സമയത്ത് നമ്മളെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു. ഇപ്പോൾ എന്തായാലും മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാം താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഗ്ലോബൽ മാർക്കറ്റും കൂടെ ഒരു റാലി മുകളിലോട്ട് തന്നാലോ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് മുകളിലോട്ട് ഒരു റാലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കുറേ കാര്യങ്ങളുടെ ഒരു വ്യൂ വെച്ചിട്ടാണ് ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോയാലും ഈ മാസം മുകളിലോട്ട് ഒരു ട്രെൻഡിങ് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എഗെയിൻ ഞാൻ വീണ്ടും ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഞാനെന്ന് പറയുന്ന മുഹമ്മദ് നജീബ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ എൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല ഷെയർ മാർക്കറ്റിൻ്റെ ശരി, ഞാൻ പറയുന്നത് പോലെ സംഭവിക്കണമെന്നൊരു നിർബന്ധവുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത്രത്തോളം വെറുതെ ഓരോരുത്തരും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്കും ടെക്നിക്കലി അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. എൻ്റെ അറിവ് ഞാൻ പകരുന്നു. നിങ്ങൾക്ക് എടുക്കേണ്ടുള്ളവർക്ക് എടുക്കാം, എടുക്കാത്തവർ ഇഗ്നോർ ചെയ്തിട്ട് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും വ്യൂ വെച്ചിട്ട് വേണം നമ്മൾ ഇൻട്രാഡേയിലോട്ട് വരാൻ. അപ്പോൾ ഇൻട്രാഡേയിലെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ലൈവ് മാർക്കറ്റ് ഇല്ലായിരുന്നു, എന്നാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ ലൈവ് സെഷനിൽ എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാരുണ്ട്. അവർ ഉണ്ടെങ്കിൽ ദയവേത് ഈ ഒരു ഇതിന് റിപ്ലൈ തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ രാവിലെയൊക്കെ മൂവ്മെൻറ്റ് നടന്ന സമയത്ത് രാവിലെ ഇങ്ങനെ നല്ല രീതിയിൽ പുൾ ഓഫ് വന്ന് മുകളിൽ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും. ലൈവ് സെഷൻ ഉണ്ടായിരുന്നവർ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ ഓരോ കാര്യങ്ങളും എത്തുന്നതിന് മുന്നേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഇന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ടെക്നിക്കൽ ബേസ്ഡ് ട്രേഡറാണ്, ചിലപ്പം തെറ്റ് പറ്റാതിരിക്കാം, പക്ഷേ എൻ്റെ വ്യൂ ഇതാണ്. ആ വ്യൂ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ മണി സോണിലെത്തി. ഈ മണി സോണിന് തൊട്ട് മുമ്പ് ഇത്ര സ്ട്രെങ്ത് ക്യാൻഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഉറപ്പായിട്ടും ഒരു ഹ്യൂജ് ക്യാൻഡിൽ ഇപ്പോൾ താഴോട്ട് വരും, അവിടുന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് പിന്നെ ഇന്നത്തെ ദിവസം എന്താ ചിന്തിക്കാനുള്ളതെന്ന് ഇപ്പോൾ അവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഞാൻ ഇത് വെറുതെ നിങ്ങളടുത്ത് ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആ ലൈവ് സെഷൻ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അതായിരുന്നു ഇന്നത്തെ ഒരു പൊതുവേ ഉള്ളൊരു സംഭവം. കാര്യം നോർമലി എല്ലാവർക്കും വൈഡ്
CPR ആണെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് ആണെന്നുള്ളൊരു സെറ്റപ്പാണ്. എൻ്റെ വ്യൂ അത് തന്നെയാണ്, റേഞ്ച് ബോണ്ട് ആണെന്ന്. പക്ഷേ ഏത് സമയത്ത് അത് റേഞ്ച് ബോണ്ട് അല്ലാതെ മാറി ചിന്തിച്ച് തുടങ്ങണമെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപമൊക്കെ എല്ലാവർക്കും കിട്ടും. പതുക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളും. സോ നെക്സ്റ്റ്, അപ്പോൾ ഇൻട്രാഡേയിൽ നാളത്തേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നാളത്തേക്കുള്ള സെറ്റപ്പ് എന്ന് പറയുവാണെങ്കിൽ CPRൻ്റെ ഒരു വ്യൂ ഇപ്പോൾ നിഫ്റ്റിയുടെ എടുക്കാം. നിഫ്റ്റിയുടെ സെറ്റപ്പ് ആണെങ്കിൽ CPR നാളത്തെ CPRനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഓവർലാപ്പിംഗ് ലോവർ റിലേഷൻഷിപ്പാണ്. ഇന്ന് തലേ ദിവസത്തെ CPRനെ ഫുള്ളി അങ്ങ് താഴോട്ട് പോവുമല്ല, ഏകദേശം അതുമായിട്ടൊരു മിക്സപ്പ് ചെയ്തൊരു താഴെ, അതാണ് ഓവർലാപ്പിംഗ് ലോവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ മണി സോൺ എന്ന് പറയുന്നത് അത്യാവശ്യം മാന്യമുള്ള മണി സോണാണ്. കാര്യം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തൊരു സമയമാണ്. പക്ഷേ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ദിവസം എന്തായാലും ഒന്ന് ലൈവ് ആവട്ടെ, എവിടെ ഓപ്പൺ ആവുന്നുള്ള കാര്യം ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. ഈ പറയുന്ന നമ്മുടെ എന്താണ് പറയുക, നമ്മളെ CPR ആയാലും മണി സോൺ ആയാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത അത്യാവശ്യം കുറവെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. കൺഫേമായിട്ട് ഞാൻ അതപ്പോൾ പറയാം. എന്നാലും ഇപ്പോഴത്തെ എൻ്റെ സ്റ്റഡി പ്രകാരമാണെങ്കിൽ എന്തായാലും നാളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, താഴോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൻ്റെ ബോർഡറിൽ തന്നെ നിങ്ങൾക്കൊരു ബൈയിങ് സോണൂടെ പ്ലോട്ട് ചെയ്ത് വെക്കാം. വേറൊന്നുമല്ല, ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ്. അതുപോലെ ഇവിടുന്ന് ആക്ച്വലി നമുക്കൊരു സെല്ലിംഗ് സോൺ പ്ലോട്ട് ചെയ്ത് വെക്കാം. പക്ഷേ ഞാനത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കിവിടെ ഗ്യാപ്പിൻ്റെ ബോർഡർ ഉണ്ട്, ആ ഗ്യാപ്പ് ടച്ച് ചെയ്തിട്ടില്ല. സോ ഒരു ഗ്യാപ്പ് ബോർഡർ എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ മുകളിലോട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു വെർജിൻ CPR ഉണ്ട്. പിന്നെ 17,329 എന്ന് പറയുന്ന മാന്യമായിട്ടുള്ള ഒരു ലെവലാണ്. ഓക്കെ, ഈ പറഞ്ഞ 16,884 ഇപ്പോഴും അത് സ്റ്റിൽ മാന്യമായിട്ടുള്ളൊരു ലെവൽ തന്നെയാണ്. ഓപ്പൺ ആവുന്നതിൻ്റെ ബേസിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു 90%, ഓക്കെ 90% നാളെ ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഇന്നത്തെ ദിവസം CPRൻ്റെ ഉള്ളിൽ കിടന്ന് കൺസോൾഡേറ്റ് ആയതാണ് ഇത്രയും. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. പക്ഷേ ആ ബ്രേക്ക് ഔട്ടിനനുസരിച്ചുള്ള ഭീകര മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നാളെ ഒരു ട്രെൻഡിങ് ആയിട്ട് നടക്കാനുള്ള സാധ്യത ഞാൻ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലോങ്ങർ വ്യൂവിൽ പറഞ്ഞ കാര്യം ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ തന്നെ നടന്നെന്ന് വരാം, അല്ലേ, നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് വരാം. എനിവേയ്സ് എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നാളെ കയറിയാലും ഈ വീക്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാൾ വീണ്ടും ഇങ്ങനെ ഇറങ്ങാം, എന്നിട്ട് വീണ്ടും ഒന്ന് കയറാം. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം, അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. മുകളിലോട്ടാണെങ്കിൽ ഗ്യാപ്പിൻ്റെ ബോർഡർ, ഈ ഏരിയ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ള ഏരിയയാണ്. ബിക്കോസ് അവിടെ തന്നെ നമുക്ക് ഈ 39,260 എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അവിടുന്ന് തന്നെ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഒരു ഗ്യാപ്പ് ബോർഡറാണ്. കൂടാത്തതിന് വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയൊന്ന് നോക്കുക. പിന്നെ താഴോട്ടാണെങ്കിൽ അവിടെയും ഒരു ബൈയിങ് സോൺ ഉണ്ട്. അതും ബാങ്ക് നിഫ്റ്റിയുടെ ഹ്യൂജ് ബൈയിങ് മിനിങ്ങാന്നത്തെ ദിവസം നടന്ന ആ ഒരു ഏരിയയാണ്. അതാണ് അവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ലോങ്ങർ വെർഷനിൽ പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇരുത്തിയിട്ട് ഞാൻ അഗെയിൻ പറയാനത് എൻ്റെ സ്റ്റഡിയാണ്, നിങ്ങളോട് അതിനനുസരിച്ച് പോകുക. ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യേണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ ലോജിക്കുണ്ട്. അപ്പോൾ ആ ലോജിക്ക് എന്നൊക്കെ പറയുന്നത് അത് ഡിപ്പെൻസ്, നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടുള്ളതാണ്. പതുക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. എല്ലാവരും ഇത് നോക്കി വരുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൽ പറ്റാത്തവർ മാത്രം നമ്മുടെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഞാനത് എങ്ങനെയാണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ടെലഗ്രാമിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ NRI ബാച്ചിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ടാണ്. NRI ബാച്ച് നമ്മൾ ഒരെണ്ണേ നടത്തിയിട്ടുള്ളായിരുന്നു. അവർക്ക് വേണ്ടി മാത്രം നമ്മളൊരു ബാച്ച് 2 വെക്കുകയാണ്. ബാക്കിയുള്ളവർക്കല്ല. നിങ്ങൾക്ക് മാസത്തിൽ ഒരു ഇതേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. കാര്യം വീക്കിലി ഉള്ളത് നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞായിരുന്നു. ഇനി നവംബർ മാസത്തിലെ വർക്ക്ഷോപ്പ് കാണത്തുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ NRI ബാച്ച് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒക്ടോബർ 18-ാം തീയതി ഫ്രൈഡേ ആയിരിക്കും എല്ലാ NRIസിനും ഒരുവിധം ലീവ് ഉള്ളത്. കൂടുതലും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ദിവസം വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങളും എല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറയുന്നതാണ്ട് വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അറിയിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേഷനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസും കാര്യങ്ങളും നടത്തുക. എനിക്കറിയാം ഞാൻ സ്റ്റോക്ക് പറഞ്ഞിട്ടില്ലെന്ന്, സ്റ്റോക്ക് ഇന്ന് പറയുന്നില്ല. നമുക്ക് ഒരു മാസം തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. 2 ദിവസം ഈ മാസത്തിൻ്റെ സെറ്റപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.